ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമ്പിളി അനൂപ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ റൂമിലെ തന്നെ പല ഭാഗങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തിരുന്നു, പള്ളിയായിട്ടും കൊളോസിയായിട്ടും അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റായിട്ടും. ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സ്കൂളായ 2 ഇന്ത്യൻ സ്കൂളുണ്ട് റോമിൽ. ഒന്ന് ലിറ്റിൽ ഫ്ലവറും 2 ഗുഡ് ഷെപ്പേർഡും. അപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് ഗുഡ് ഷെപ്പേർഡിലാണ്. ആ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, വീടിനടുത്തുള്ളതാണ്. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം കിട്ടാവുന്ന ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്നിവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോയാലോ. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. നമ്മള് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളായ ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂളിന്റെ എൻട്രൻസ് ആണിത്. നമുക്ക് സ്കൂളിലോട്ട് കയറാം. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡയറക്ടറിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഫാദറിന്റെ കീഴിലുള്ള സ്കൂള്. ഇവിടെ റൂമിൽ ആദ്യമായിട്ടാണ് ഫാദറിന്റെ കീഴിലുള്ള ഒരു സ്കൂള് കാണുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ടറിനെ ഒന്ന് നേരിട്ട് പരിചയപ്പെട്ടാലോ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ പേര്? എന്റെ പേര് റോയി ആന്റണി വലിയപറമ്പിൽ നിന്നാണ്. നാട്ടിലെവിടെയാ അച്ഛൻ? നാട്ടില് ആലപ്പുഴ രൂപക്കാരനാണ്. കൊച്ചിയിലാണ് വീട്. എന്റെ നാട് കണ്ടമാലി അടുത്തൊരു കണ്ടക്കട എന്നൊരു സ്ഥലമാണ്. റോമിൽ ഞാൻ 99 എത്തിയതാണ്. ഒരു 21 കൊല്ലമായി. ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്, സെമിനാരിക്കാരനായിട്ട് വന്നതാണ്. ഇവിടെയാണ് ഓർഡിനേഷൻ ചെയ്ത് അച്ഛനായിട്ട് പഠിച്ചതും അച്ഛനായിട്ട് ഓർഡിനേഷൻ കഴിഞ്ഞത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ രൂപതയിൽ ഇൻകാർഡിനേറ്റഡ് ആണ്. ഞങ്ങൾ 5 പേരാണ് മക്കള്. 5 പേരും നാട്ടിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പച്ച മരിച്ചുപോയി, അമ്മച്ചുണ്ട്. പിന്നെ ചേട്ടൻ ഒരു കപ്പൽ ക്യാപ്റ്റനാണ്. പുള്ളി ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഇറ്റലിയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. വരുമ്പോൾ പുള്ളിക്ക് പോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എങ്കിലും പുള്ളി ഇത്തിരി ലോകം കറങ്ങുന്ന ആളാണ്. ഞാനെന്തായാലും ഇവിടെ തന്നെയാണ്. ഈ സ്കൂളിനെ പറ്റിയിട്ട് അച്ഛൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയാമോ? അത് പ്രേക്ഷകർക്കൊന്ന്. ഞാനിത് ആദ്യമായിട്ട് കേട്ടത് നിങ്ങളെപ്പോലെ തന്നെ. ഞാൻ നാട്ടിലൊക്കെ അച്ഛന്മാരുടെ കീഴിൽ സ്കൂളുകൾ ഉണ്ടെന്നറിയാം. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ മാംഗ്ലൂർ സെമിനാറിലാണ് പഠിച്ച് ഞാൻ റീജൻസി കാലത്ത് ഒരു സ്കൂളിന്റെ ഞാനൊരു പ്രിൻസിപ്പളായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു സ്കൂള് ആസാമിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സിറ്റുവേഷൻ തോന്നി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ സമയം. ഞാൻ 1 വർഷത്തേക്ക് പോയെങ്കിലും 2 വർഷം അവിടെ നിന്നുള്ളതാണ്. പിന്നെ MA കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് പഠിപ്പിക്കുന്നതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മാംഗ്ലൂർ പഠിച്ചതുകൊണ്ട് തന്നെ
പോയിടത്തെല്ലാം ഒരു ഇംഗ്ലീഷിൽ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു നല്ലൊരു ഉപകാരമായി മാറി. ഇറ്റലി വന്നിട്ടാണെങ്കിലും എനിക്ക് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, പാരീഷിലാണെങ്കിലും ചെന്നൈയിലായിരുന്നപ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒത്തിരി താല്പര്യമാണ് ടീച്ചിങ്ങിനോട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയാനും പഠിപ്പിക്കാനും പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരത് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾക്ക് എന്തായാലും പൈസ മുടക്കി ഒരു സ്ഥാപനം തുടങ്ങി പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവര് എന്നെ വിളിച്ചപ്പോൾ. തീർച്ചയായിട്ടും ഞങ്ങൾക്കും സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛന്റെ കീഴിലൊരു സ്കൂൾ എന്ന് പറയുന്നത് നാട്ടിൽ കേട്ടിട്ടുള്ളൂ, റൂമിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് വളരെ ഒരു അച്ഛന്റെ കീഴിലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛന്റെ കീഴിലൊരു സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അഭിമാനം തന്നെയാണ്. നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ ജസ്റ്റ് അച്ഛന്മാരുടെ കീഴില് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ കീഴിലെന്നൊക്കെ. പക്ഷെ ഇവിടെ റൂമിൽ കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞാനും വളരെയധികം അഭിമാനിക്കുന്നു, കാരണം എന്റെ മോൻ ഇവിടെയാണ് പഠിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഞാനിപ്പോ ചാർജ് എടുത്തിട്ട് ഈ അധ്യയന വർഷത്തിലാണ് ചാർജ് എടുത്തത് തന്നെ. അപ്പൊ ഞാൻ കണ്ടവരെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും തന്നെ ഓരോ ഫീൽഡിൽ വളരെ എഫിഷ്യന്റും കോമ്പറ്റന്റുമാണ് അവർ. അതിന്റെ പലരുടെയും ഞാൻ ബയോഡേറ്റ നോക്കിയപ്പോഴും അവരൊക്കെ വളരെയധികം നാട്ടിൽ ഒരുപാട് പ്രൊഫഷണൽ ക്വാളിറ്റി കാണിച്ചവരാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് അവരുടെ മെറ്റീരിയൽസ് നന്നായിട്ട്, അതിൽ ചിലരൊക്കെ റാങ്ക് ഹോൾഡേഴ്സാണ്. അവരുടെ ഇപ്പൊ സയൻസിലുള്ള ഫിസിക്സിലൊക്കെ റാങ്ക് ഹോൾഡർ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ടീച്ചേഴ്സിന്റെ റിച്ച്നെസ് എന്ന് പറഞ്ഞാല് പല രാജ്യങ്ങളിൽ നിന്നും പല കൾച്ചറുകളിൽ നിന്നും വന്നിട്ടുള്ള ടീച്ചേഴ്സാണ്. പല ഭാഷകൾ സംസാരിക്കുന്നത് 3 രാജ്യങ്ങളും അല്ല, മലയാളികൾക്ക് മാത്രമല്ല. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിച്ചപ്പോൾ ഇതിന്റെ പേര് തന്നെ ഒരു ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ തന്നെ ഒരു 3 രാജ്യങ്ങൾ ഇപ്പൊ നമുക്കുണ്ട്. ശ്രീലങ്ക ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സും ഈ 3 രാജ്യത്തു നിന്നുള്ളവരാണ്, മിംഗിളായിട്ടാണ്. അപ്പൊ ഒരു കൾച്ചറൽ മീറ്റിംഗ് ഇവിടെ എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും അവര് ഒബ്ലൈജ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അവരെല്ലാവരും ഇംഗ്ലീഷ് പറയാൻ നിവൃത്തിയില്ല അവർക്ക്, കാരണം അവർക്ക് അവരുടെ മാതൃഭാഷകളല്ല എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മകനായാലും ഇപ്പൊ നാട്ടില് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇല്ലാന്നല്ല, പക്ഷെ പിള്ളേര് മലയാളം പറയുള്ളൂ. മറ്റ് മിക്സഡ് സ്കൂളിലാവുമ്പോ ഇപ്പൊ ശ്രീലങ്ക കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവരോട് ഇംഗ്ലീഷിലെ സംസാരിക്കാൻ പറ്റും, മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇത് നല്ലൊരു ഇതായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുത്തെ സിലബസിനെ പറ്റി വെച്ചൊന്ന് പറയാമോ? സിലബസ് ഇപ്പോൾ നമ്മൾ ഈ വർഷമാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഇതിന് നമ്മള് കേംബ്രിഡ്ജിന്റെ സിലബസ് ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കേംബ്രിഡ്ജുകാർ ഇവിടെ വന്നിരുന്നു, അവരുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, അവർ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തന്നു, അവരുടെ സിലബസ് മെറ്റീരിയൽസ് ബുക്സ് ഒക്കെ അയച്ചു തന്നു. നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് 1st ഗ്രേഡ് തൊട്ട് 7th ഗ്രേഡ് വരെയാണ് ഉള്ളത്. അപ്പൊ അടുത്ത വർഷങ്ങളിൽ നമ്മളത് 8th, 9th, 10th ആക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ കംപ്ലീഷൻ ആവുള്ളൂ. എന്തായാലും അവർ ഈ വർഷം അവരുടെ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. എല്ലാം ഓക്കെയാണ്, അവർ വന്ന് കണ്ടിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്. ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസും പിന്നെ നമ്മുടെ സ്ട്രക്ചറെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ നമുക്ക് മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളാണ്. അതെ, ഇറ്റാലിയൻ നിയമത്തിൽ അധിഷ്ഠിതമായ അവരുടെ എല്ലാ പ്രോട്ടോകോളുകളും അനുസരിച്ചിട്ടുള്ള കോവിഡ് പ്രോട്ടോകോൾ പോലും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്കൂൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെക്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് എല്ലാ പ്രൊട്ടക്ഷൻസും ഉണ്ട്, സേഫ്റ്റി മെഷർമെന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിന്റെ അകത്തുള്ള ഏതൊരു നിയമപരമായിട്ട് ഉണ്ടാകേണ്ട ഒരു സ്കൂളിൽ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. നമുക്കൊരു ആവശ്യത്തിന് നമ്മളൊരു ഫോൺ കോളിൽ കുഴപ്പമുള്ളൂ, അവരെല്ലാം എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സ്കൂളിൽ. അപ്പൊ വേറെ കൂടുതലായിട്ട് അച്ഛനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്കൂളിനെ പറ്റി? എനിക്ക് ഇപ്പൊ റോമിൽ എന്തിനിങ്ങനെ ഒരു സ്കൂൾ വേറെയും സ്കൂളുകൾക്ക് ഉണ്ട്, ഇന്റർനാഷണൽ സ്കൂളുണ്ട്, ശ്രീലങ്കൻസിനുണ്ട്, മലയാളീസിനുണ്ട്, പിന്നെ ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റിക്കുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാനിപ്പോ ഇതിനകത്ത് ചാർജ് എടുത്തപ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഇതാണ്. ഇവിടെ മതത്തിനധിഷ്ഠിത, മതത്തിനപ്പുറത്തേക്ക് 3 മതങ്ങളുണ്ട് ഇവിടെ. ബുദ്ധിസ്റ്റുകളുണ്ട്, ഇതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പൊ 4 മതങ്ങളുണ്ട് ഇതിനകത്ത്. ടീച്ചേഴ്സ് പോലും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരാണ്. അപ്പം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വന്ന, വ്യത്യസ്ത മത അടിസ്ഥാനത്തിൽ വളർന്നവരൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഒരു കോസ്മിക് ഫാമിലി ആയിട്ട് മാറ്റണം, അതായത് ഒരു ഇന്റർനാഷണൽ ഫാമിലി ആവണം. ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് അവരുടെ ഐഡിയാസ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരുമിച്ച് വളരാനാവും. ഇവിടെ മനുഷ്യനെ റെസ്പെക്ട് ചെയ്തിട്ടും ഒരു ഫ്യൂച്ചർ, ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാവും എന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇതിൽ ഇത്തിരി കൂടി ഈസിയാണ്. കാരണം നമ്മളിവിടെ ഒരു കൾച്ചറൽ മീറ്റിംഗ് എവറി ഡേ നമ്മുടെ അസംബ്ലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവരുടെ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് സിറ്റുവേഷനിലുള്ള ആഘോഷങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഒരു ബംഗാൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവർക്കുള്ള അവരുടേതായ പ്രിവിലേജസും അവരുടേതായ ഇമ്പോർട്ടൻസും ഒക്കെ നമ്മളിവിടെ വളരെയധികം കൺസെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു വലിയൊരു, നമ്മൾ കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ, നമ്മൾ ഫിറ്റാലി പറഞ്ഞ സ്ഫോർസാറ് ചെയ്യാതെ ഒരുപാട് പ്രയത്നങ്ങൾ എടുക്കാതെ തന്നെ ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഇന്റർനാഷണൽ മീറ്റിംഗ് ഡെയിലി നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ പോയാലും കുട്ടികളുടെ മൈൻഡ് ഡെവലപ്ഡ് ആവും. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് 3 ഭാഷയിലുള്ള ഒരു ഹലോ പറയാനെങ്കിലും അവർ പഠിക്കും. ഹലോ പറയാനും ഒരു നിന്റെ പേരെന്താണെന്ന് അവിടെ നിന്ന് വേറൊരു ഭാഷയിൽ ചോദിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഏതോ ഒരു വലിയ സംഭവം പിടിച്ചെടുത്ത പോലെയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷിലാണ് എല്ലാം പഠിക്കുന്നതെങ്കിലും അവർക്ക് വേണമെങ്കിൽ മറ്റു ഭാഷകൾ ഉണ്ടെന്നും അതിന്റെയൊക്കെ ഭംഗിയും അതിന്റെയൊക്കെ ആസ്വാദനമൊക്കെ അവർക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സിനെ കൊണ്ട് വളരെ റിച്ച്നെസ് ആണ് ഇക്കാര്യത്തിൽ. ഇത്രയും വലിയ രാജ്യങ്ങളിൽ നിന്നും ടീച്ചേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ ഐ തിങ്ക് എല്ലാ അർത്ഥത്തിലും ഇതൊരു ഇന്റർനാഷണൽ സ്കൂളാണ്. ഇത് ഇറ്റലിയിലായതുകൊണ്ട് തന്നെ നമ്മള് ഇറ്റാലിയൻ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പഠനത്തിന് അധികം പ്രാധാന്യം ഇല്ലാത്ത, അല്ലെങ്കിൽ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാവാത്ത ഒരു ജനറേഷനാണ് ഉള്ളത് കുട്ടികൾ. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികൾ ഇതിൽ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ലോകത്തോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവണം, അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആണെന്ന് അവർക്ക് തന്നെ തോന്നണം. അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. എന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഞാനിവിടെ ഉള്ളൂ. എങ്കിലും ഇവരുടെ എപ്പോഴും കോൺടാക്റ്റിലാണ് ടീച്ചേഴ്സുമായിട്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ വരുമ്പോൾ അവർ ഹാപ്പിയാണ്. ആക്ച്വലി ഇൻട്രസ്റ്റ് ഞാൻ ഇവിടെ വന്ന് താമസിച്ചവരെ കാണാറുണ്ട്. അപ്പൊ ഐ തിങ്ക് ഇതിനൊരു നല്ല, ഇതിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്, സക്സസ് ഓറിയന്റഡ് ലേണിംഗ് എൻവയറൺമെന്റ് എന്നാണ് ഇന്ന് ടൈറ്റിൽ. അതായത് നമ്മള് ഒരു വിജയം സുനിശ്ചിതമായ ഒരു സിറ്റുവേഷൻ കൊടുക്കുക. അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും അതായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഇത്രയും നല്ലൊരു വിവരണം കുച്ചപ്പേര് ഇന്റർനാഷണൽ സ്കൂളിനെ പറ്റി തന്നതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പൊ അച്ഛനെ പരിചയപ്പെട്ടതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ പേര് അമ്പിളി അനൂപ്, ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചു എന്തായാലും സ്കൂളിനെ പറ്റി ഒന്ന് ഒരു യൂട്യൂബ് ചാനലില് എന്തായാലും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ കാണാൻ പറ്റിയതിലും ഇത്രയും വിവരങ്ങൾ കിട്ടിയതിലും വളരെയധികം സന്തോഷം. നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. So many things are always been said. He was with me in the other school in LF also. He was my first kid. Child. Now he's in my class here as well. You're very happy also. Yes. ഇപ്പോൾ നമ്മൾ
കണ്ടത് ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൻ്റെ പ്രൈമറി സെക്ഷനാണ്. സെക്കൻഡറി സെക്ഷനിലോട്ട് നമുക്ക് പോവാം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാനൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ആരും മറക്കരുത്. ഈ 2 വീഡിയോയ്ക്ക് താഴെ കമൻറ്റിന് ലൈക്ക് കൂടുതൽ കിട്ടുന്ന വ്യക്തിക്ക് കമൻറ്റിനായിരിക്കും ഞാൻ ഗിഫ്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.